ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടണേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഇടാന്ന്. രാവിലെ തന്നെ നമ്മുടെ ആശുക്കുട്ടിനെ ആട്ടോ ഞാൻ കണി കണ്ട് എണീറ്റത്. രാവിലെ വന്നിരുന്ന ആളിങ്ങനെ ഗിറ്റാർ പ്ലേ ചെയ്യാണ്, അവൻ ഗിറ്റാർ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ പോയി ബ്രഷൊക്കെ ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുട്ടക്കറിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാനിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന്. ആരോമൽ വീട്ടിലില്ലായിരുന്നു കേട്ടോ. അവൻ മൂകാംബിക്ക് പോയേക്കുവാണ്. ആരോമലും ഉണ്ണിക്കുട്ടനും സുരേഷും പിന്നെ ആരോമൻ്റെ ഫ്രണ്ട്സും ഉണ്ണിക്കുട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് അച്ഛൻ്റെ കൂടെ കുറച്ച് സാധനം മേടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊട്ടിയത്ത് തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ നാടൻ പച്ചക്കറി കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ മേടിക്കാറുള്ളത്. അങ്ങനെ അവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ആരോമൽ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനും ആരോമലും കൂടിയിട്ടാട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങാറുള്ളത്. അങ്ങനെ ഇന്ന് ആരോമലില്ലാത്തതുകൊണ്ട് ഞാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആരോമലും ഉണ്ണിക്കുട്ടൻ എല്ലാവരും കൂടെ അവർ ഇന്നലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് വെളുപ്പിനായപ്പോഴത്തേക്ക് അവിടെ എത്തി അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ അവരുടെ ഈ ഒരു പോക്ക്. ഞങ്ങൾ വണ്ടർലയിലൊക്കെ പോകണമെന്ന് കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അവർ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അവരെല്ലാവരും കൂടി പോയേക്കുവാണ്. ഇനിയിപ്പോൾ നാളെയൊക്കെ കഴിയും അവരെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലെത്തി സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ അച്ഛനും വീട്ടിലുണ്ട്. അങ്ങനെ ഞാനും അച്ഛനായിട്ടൊന്ന് ഇറങ്ങി അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് മേടിക്കുകയാണ്. ഇത് കറക്റ്റ് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊട്ടിയത്താണ് കേട്ടോ. കൊട്ടിയത്ത് നിന്ന് മൈനാട് റോഡ് പോണ വഴിക്കാണ് ഈ ഒരു നാടൻ പച്ചക്കറി ഷോപ്പുള്ളത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നാടൻ മുട്ട, പച്ചക്കറി, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുവിധപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഹോം മെയ്ഡ് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് കാർഷിക ചന്ത എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടുത്തെ സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് നമുക്ക് കുറച്ച് മീനും ചിക്കനൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോകണം. അങ്ങനെ അവിടുത്തെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തെടുത്തു. ഞാനും ഇടയ്ക്കിവിടെ വരാറുണ്ട് കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനും ഇടുന്നുണ്ട്, മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫിഷ് സ്റ്റാള്. അവിടെ വന്നിട്ട് കുറച്ച് മീനൊക്കെ മേടിക്കാനുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ അത് മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, അച്ഛൻ തന്നെ പോയി മേടിച്ചു. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വലിയൊരു മീനൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞു. അങ്ങനെ അത് എടുക്കണം. അവിടെ തന്നെ ചിക്കനും ഉണ്ട്. അങ്ങനെ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാക്കത്തൂലൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ ആൻറ്റീനോട് വെച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് കാക്ക വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിട്ടാ കാക്ക വരുത്തില്ലേ? അപ്പോൾ ചുമ്മാതാണ്, ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കാക്ക ഇങ്ങനെ അകത്തോട്ട് പറഞ്ഞ് മീനിൻ്റെ അടുത്തുനിന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഇങ്ങനെ ഇട്ടേക്കുന്ന ഒരു ഷോയ്ക്ക്. അതായത് കാക്ക തൊടുമെന്ന് വെച്ചാൽ തൊടത്തില്ല എന്നുള്ള രീതിയിൽ ഇട്ടാലും കാക്ക പറന്നു വരും. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ തന്നെ ചിക്കനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, ജംഗ്ഷനിൽ തന്നെയാണിത്. അങ്ങനെ അവിടെ അത് മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വീണ്ടും വണ്ടിയിൽ തന്നെയാണ് ഗെയ്സ്. എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ, അച്ഛൻ്റെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല പുറത്തെ കാര്യങ്ങൾ. ഞാൻ മിക്കപ്പോഴും പില്ലോ ഇട്ടിട്ടാണ് ഞാൻ വണ്ടിയിൽ ഇരിക്കാറുള്ളത്. കാരണം പൊക്ക കുറവായതുകൊണ്ട് തന്നെ കുറച്ച് പാടുപെടണം. കണ്ടോ, എൻ്റെ തലയുടെ ഇത്ര ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്കിനി സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ആശുക്കുട്ടനെയാണ് കേട്ടോ. ആശുക്കുട്ട ഇങ്ങനെ കുറച്ച് പരാതിയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. എന്തുവാന്ന് 250 രൂപന്റെ മീൻ ആരോ കട്ടോണ്ട് പോയാ? എന്താണോ കുക്കു പ്രശ്നം? അറിയത്തില്ലേ? അവന്റെ മീൻ ആരോ കട്ടോണ്ട് പോയെന്നും പറഞ്ഞിട്ട് അവൻ ഇത് നമ്മുടെ വീട്ടിലെ ടാങ്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നേരെ വന്നിറങ്ങുമ്പോൾ കാണുന്ന ആശിക്കുട്ടനെയാണ്. അവൻ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്നലെ 650 രൂപയ്ക്ക് ഏതോ ഒരു ടൈപ്പ് മീൻ മേടിച്ചെന്ന് അത് ആരോ കട്ടുകൊണ്ട് പോയെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ചിട്ട് അവൻ ടാങ്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചേക്കാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് പട്ടിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആരും വന്ന് കയറി കട്ടെടുത്തോണ്ട് പോകത്തില്ല എന്ന് അവൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച പാടെ തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വന്ന പടേന് ഒരു ഉച്ച ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി എല്ലാ കാര്യങ്ങളും അമ്മേനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പാവയ്ക്ക് മേടിച്ചതുപോലെ കറിയാക്കുന്നുണ്ട്. പുറത്ത് ഇതുപോലെ ചിക്കൻ കറി വെക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അടുപ്പിലൊക്കെ വെക്കുന്ന ചിക്കൻ കറി. അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഉച്ചക്കലത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന പാവയ്ക്ക് തന്നെ ഇതുപോലെ മെഴുക്ക് വരട്ടി പോലെ, അതായത് നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണയൊന്നും അങ്ങനെ അധികം ചേർക്കാറില്ല. അങ്ങനെ അതൊരു സൈഡിൽ റെഡിയാക്കുന്നുണ്ട്. മീനൊക്കെ വറുത്തു, മീൻ കറി, ചിക്കൻ കറി എല്ലാം റെഡിയായി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് കാറ്റും ഉണ്ട്, അതുപോലെ തന്നെ വെയിലും ഉണ്ട്. ഞാൻ കുറച്ച് താളിപ്പൊടിയൊക്കെ എടുത്തതുപോലെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുവാണ്. ഞാൻ പുറത്തുനിന്ന് തേക്കുവാണേ. അങ്ങനെ തലയിൽ താളിയെല്ലാം തേച്ചു മുടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഷോ കാണിക്കുകയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഇത്ര വൃത്തിക്കൊന്നുമല്ല ഞാൻ തേക്കാറുള്ളത്. മുടി അങ്ങോട്ട് ഇട്ട് മൊത്തത്തിൽ ഇങ്ങനെ വാരി തേക്കാറാണുള്ളത്. വീഡിയോയുടെ മുന്നിലായതുകൊണ്ട് കുറച്ചൊക്കെ ഷോ കാണിച്ചതാണ്. അതിനുശേഷം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ താണ്ടേ ഇവർക്ക് ഫുഡ് കൊടുക്കണം. ഇവർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു 4-5 കോഴിക്കുഞ്ഞുങ്ങളെ, കളർ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ മുമ്പ് ഒരു ഡിസംബറിൽ മേടിച്ചതാണ്. മുമ്പെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ. അവിടെ കളറൊക്കെ മാറി ഇപ്പോൾ അവരുടെ കോല ഇതായിട്ടുണ്ട്, മൊത്തത്തിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവരിൽ ഏതാണ് ആ ഒരു കളർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ തലയുടെ സൈഡിൽ ചെറുതായിട്ട് കളർ ഇങ്ങനെ കാണാൻ പറ്റും. അവർ ഇത്രയും വലുതായിട്ടുണ്ടേ. അങ്ങനെ അവർക്കുള്ള ഫുഡ് കൊടുത്തു. ഇതുപോലെ കോഴീൻ്റെ തീറ്റയും അതുപോലെ തന്നെ കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്ത് അവർക്ക് ഫുഡ് കൊടുത്തു.
അങ്ങനെ പിന്നെ അതിന് ശേഷം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് വൈകുന്നേരമാണ്. അച്ഛന് കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഫി ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്ന കുറച്ച് സോസേജും മുട്ടയൊക്കെ വറുത്തിട്ട് എന്തോ ഒരു സാധനം, എൻ്റെ പേരൊന്നും ചോദിക്കരുത്, അതങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അത് കഴുകി വെക്കേണ്ട ചുമതല എനിക്ക് തന്നെ ആയിരുന്നുകൊണ്ട് തന്നെ അതെല്ലാം കഴുകി വെക്കുകയാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനിയെന്ന് വെച്ചാൽ വൈകുന്നേരമല്ല, സന്ധ്യയ്ക്ക് എനിക്ക് അമ്പലത്തിൽ പോകണം. നമ്മുടെ അമ്പലത്തിൽ പൂജയാണേ, അതുകൊണ്ട് തന്നെ അതിന് പോകണം. അങ്ങനെ അതായിരുന്നു വൈകുന്നേരത്തെ പരിപാടി. ഇവിടെ ആരോമൻ എന്താ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടി വി പെട്ടെന്നൊരു ദിവസം എണീറ്റപ്പോഴത്തേക്ക് ചീത്തയായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ടി വി മാറ്റി വേറൊരു ടി വി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടി വി അടുത്ത സ്ഥലത്തേക്കാണ് ഫിക്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ടി വി മാറ്റിയ ഭാഗത്ത് അവൻ ഇങ്ങനെ നിന്ന് പെയിൻറ്റ് അടിക്കുകയാണേ. അങ്ങനെ ചുമ്മാ കേട്ടോ, പകുതിക്ക് ഇട്ടിട്ട് അവൻ പോയി, അത് വേറെ കാര്യം. അവനോട് ആദ്യമേ പറഞ്ഞു വേണ്ടാത്ത പണിക്ക് നിൽക്കണം, നീ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യത്തില്ലെന്ന്. ഞാൻ ചെയ്യുമെന്ന് അമ്മേനോട് ഇങ്ങനെ എന്ന് പറയും. അമ്മേനോട് പറയണ്ട, ഞാൻ ചെയ്ത് തീർക്കുമെന്നൊക്കെയാണ് ആ ഡയലോഗ് അടി. പക്ഷേ എന്താ പറയാനാ, അതുപോലെ തന്നെ പറഞ്ഞണക്കന്നെ സംഭവിച്ചു. പകുതിക്ക് ഇട്ടിട്ട് അവൻ്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതായിരുന്നു അവൻ്റെ പരിപാടി. പിന്നെ അതിനുശേഷം എൻ്റെ സന്ധ്യയ്ക്ക് അങ്ങനെ അവൻ്റെ നേരെ പോയി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് പ്രസാദം കിട്ടി, പാൽപ്പായസമായിരുന്നു കേട്ടോ. അതിനകത്ത് ഞാനൊരു പപ്പടമൊക്കെ ഇട്ടിട്ട് കഴിക്കുവാണ്. എനിക്ക് ചില നേരം ഇതുപോലത്തെ വട്ട് സ്വഭാവമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? അങ്ങനെ പായസം കഴിച്ചു. അതുകൂടി കഴിച്ചപ്പോൾ എനിക്ക് രാത്രി പിന്നെ വേറൊന്നും വേണമെന്നില്ലായിരുന്നു. കാരണം പായസം കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ വയറ് ഫില്ലായതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഇടയിലെ കുറച്ച് വിശേഷങ്ങൾ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞു കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞിനെ അത് മാത്രമല്ല സ്റ്റിച്ചിങ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോ, ഹോം ടൂർ എല്ലാം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരിക്കും ടാറ്റാ.